എൽത്തുരുത്ത് തൃശ്ശൂർ എൽത്തുരുത്ത് സെന്റ് ലൂയിസ് കോളേജിന്റെ ക്യാമ്പസിനകത്താണ് നടക്കുന്നത് ഒരു നാടകം. 35 കൊല്ലം മുന്നേ ഈ കോളേജിൽ അന്ന് പഠിച്ചിരുന്ന കുട്ടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചൊരു നാടകത്തിന്റെ പേരാണ് അളിഞ്ഞ വാർത്ത. അതിൽ അഭിനയിക്കുന്ന ആളാരാന്ന് വിചാരം മെയിൻ ആള് നമ്മുടെ പ്രേമേട്ടൻ. ഇതൊരു പൊളിറ്റിക്കലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നാടകമാണ്. മനസ്സിനുള്ളിൽ കൂടിയിരിക്കും ശ്രീനി. ഏറ്റവും അടിച്ചമർത്തപ്പെട്ടവരുടെ കാര്യം പറയുമ്പോ എന്തിനാണ് ഇത്ര ആടയാഭരണങ്ങൾ? എന്നോട് മിണ്ടണ്ട. അയ്യോ പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ തൃശ്ശൂർ എൽത്തുരുത്ത് സെന്റ് ലൂയിസ് കോളേജിന്റെ ക്യാമ്പസിനകത്താണ് നടക്കുന്നത്. ഇന്നിവിടെ വന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പേപ്പറിലും വാർത്താ ചാനലിലും വന്നിട്ടുള്ളതാണ്. എൽത്തുരുത്ത് സെന്റ് ലൂയിസ് കോളേജിൽ ഒരു നാടകം നടക്കുന്നുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ. ആ നാടകത്തിന് ഭയങ്കര പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 35 വർഷം മുമ്പ് നടന്ന നാടകമാണ്. 35 കൊല്ലം മുമ്പ് ഒരു നാടകം. 35 കൊല്ലം മുന്നേ ഈ കോളേജിൽ അന്ന് പഠിച്ചിരുന്ന കുട്ടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചൊരു നാടകത്തിന്റെ പേരാണ് അളിഞ്ഞ വാർത്ത. അത് ഇപ്പൊ ഇത്രയും വർഷത്തിന് ശേഷം അതേ നാടകം അതേ കഥ അവതരിപ്പിച്ച ആ കഥാപാത്രങ്ങളായിരുന്ന അതേ കുട്ടികൾ. ആ കുട്ടികൾ ഇപ്പൊ ഒന്ന് വയസ്സന്മാരൊക്കെ ആയി കുറേശ്ശെ അവര് അവതരിപ്പിക്കുകയാണ്. അപ്പൊ അത് മനോരമയിലും പത്രങ്ങളിലും ഇതിലൊക്കെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ അഭിനയിക്കുന്ന ആളാരാന്ന് വിചാരം മെയിൻ ആള് നമ്മുടെ പ്രേമേട്ടൻ. അപ്പൊ പ്രേമേട്ടന്റെ ഒരു കാര്യം ഇത്രയധികം ചാനലുകളും എല്ലാവരും ആഘോഷമാക്കിയൊരു വാർത്ത നമ്മുടെ ചാനലിൽ വന്നില്ലെങ്കിൽ അതെന്താ കാര്യം? ഞങ്ങളുടെ പ്രേമേട്ടൻ ഞങ്ങളുടെ എല്ലാമായി ഞങ്ങളുടെ അധോലോക നായകൻ. പക്ഷെ പ്രേമേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ കോരിത്തരിച്ചാണ്. അപ്പൊ പ്രേമേട്ടൻ ഇപ്പൊ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മള് വന്നിരിക്കുകയാണ്. നമ്മുടെ അധോലോകത്തിൽ ആരൊക്കെ എത്തുന്ന അറിയില്ല. ഇവിടെ പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ് നടക്കുന്നത് ഈ സെന്റ് ലൂയിസിൽ. ഞാൻ പഠിച്ചിട്ടില്ല. എനിക്കിവിടെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഗവൺമെൻറ് കോളേജിലും ഇവിടെയും സീറ്റ് കിട്ടി. ഗവൺമെൻറ് കോളേജിൽ ചേർന്നതിന് ശേഷമാണ് ഇവിടെ സീറ്റ് കിട്ടിയത്. ഞാൻ അപ്പം ഇങ്ങോട്ട് വന്നില്ല. അവിടെ പൈസ അടച്ച കാരണം എനിക്ക് ഇവിടെ ചേരാൻ ഗ്രൂപ്പിന് ചേട്ടൻ ചേർന്നു. അതിനുശേഷം അവിടെ ഫീസ് അടക്കലൊക്കെ ഇപ്പോഴാണ് ഇവിടെ സെക്കൻഡ് ഗ്രൂപ്പിന് ചേട്ടൻ കാർഡ് വന്നു. അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥിയാണ്. ഞാനും പ്രേമനൊക്കെ ഒരേ ബാച്ചായിരുന്നു. സരിതിക്ക് ഇവിടെ സീറ്റ് കിട്ടിയതായിരുന്നു. സരിത കേരള ഓർമ്മയില് ചേർന്ന കാരണം വന്നാലും വന്നില്ലല്ലോ. അത് നിങ്ങളറിയില്ലല്ലോ. നിങ്ങൾ പോയി 10-12 കൊല്ലം കഴിഞ്ഞിട്ടല്ല ഞാൻ വരണം. അല്ല, നിനക്കും സീറ്റ് കിട്ടിയ നീ ഇവിടുത്തെ വിദ്യാർത്ഥിയാ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഒരു രജിസ്ട്രേഷൻ കൗണ്ടറൊക്കെ ഉണ്ട്. കിഷോർ ഇവിടെ കിഷോർ ഡാർലിംഗ് കിഷോർ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലേ? പറയാം. ഇവിടെ നമ്മൾ പറയണം. അജിത് കുമാർ തീരുമാനം. സെന്റ് ലൂയിസ് കോളേജിൽ പഠിച്ചിട്ടുള്ള ഇപ്പൊ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികളൊക്കെ ഇപ്പൊ ഇത് കാണുമ്പോ അവർക്ക് ഇങ്ങനെ എന്താ പറയാ, നെഞ്ച് തകരുന്ന ഒരു വേദന, ഒരു വിങ്ങൽ, അതിന്റെ ഒപ്പം ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. നമുക്ക് സെമിനാർ ഹാളിലേക്ക് പോവാം. നമ്മളെ നാടകം നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് വഴിതെറ്റാണ്ടിരിക്കാനാണ് കിഷോർ നമ്മളെ കൊണ്ടുവരാൻ വന്നിട്ടുള്ളത്. നാടകം 2 മണിക്കാണ് കേട്ടാ. 26 മിനിറ്റുള്ള നാടകം. നമുക്ക് ബാക്ക് സ്റ്റേജിലേക്ക് ആദ്യം പോയിട്ട് കഥാപാത്രങ്ങളെയൊക്കെ ഒന്ന് കാണാം. അവര് മേക്കപ്പ് ഇട്ടിരിക്കുന്നുണ്ടാവും. മേക്കപ്പ് ഇടല് കഴിഞ്ഞാ കിഷോറെ? അറിയില്ല, ഇട്ടിട്ടില്ല. ഇത് ഇവിടുത്തെ ടീച്ചേഴ്സാണോ അതോ വിദ്യാർത്ഥികളാണോ? ആണോ? അതെ, ഞാൻ കൊണ്ടുപോകാം. കാണാൻ പറ്റിയില്ലേ നിങ്ങളുടെ ആ വീട് ഏട്ടന്മാരുടെ ഒക്കെ വീടുകളും ആ കൃഷി, നിങ്ങളുടെ കുക്കിങ്, ഇത് ഇച്ചിരി ഫാൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രേമേട്ടന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നോ? സീനിയർ ആയിരുന്നു. അപ്പൊ അങ്ങോട്ട് പോട്ടെ. ശരിയാണ്.
മേക്കപ്പ് ഇടാൻ തുടങ്ങിയിട്ടില്ലേ? ഇതാണ് വേഷം. എത്ര പേരാണ് മൊത്തം ഈ നാടകത്തിലുള്ളത്? 10 പേര്. ഇപ്പൊ ആ 10 പേര് കൂടെ ഉണ്ട്. 10 പേരുണ്ട്. ഇതാണ് വേഷം. 10 പേര് ഇതായിരിക്കും. 10 പേരും 10 പേരില് ഒരാൾ പെൺകുട്ടിയുണ്ട്. ഒരു പെൺകുട്ടി 9 ആണുങ്ങൾ ചേർന്ന്. പെൺകുട്ടിക്ക് ഭർത്താവുണ്ട്. അന്ന് അന്നത്തെ വിദ്യാർത്ഥികൾക്ക് 2 പേര് അവര് തന്നെ കല്യാണം കഴിച്ചു. അവർക്ക് കുട്ടികളായി. അപ്പൊ അവര് ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അന്നത്തെ അതേ 10 പേര് തന്നെയാണ് ഇതിലിപ്പോ അഭിനയിക്കുന്നത്. 10 പേര്. ശരി 16 പേര് 2 കൊല്ലത്തുണ്ട്. 6 പേര് ഇല്ല, സ്ഥലത്തില്ല. നിങ്ങൾ 10 പേര് വെച്ചിട്ട് ചെയ്യണു? അല്ല, നാടകത്തിൽ 8 പേരേ ഉള്ളൂ. ശരിക്കും 8 പേരേ ഉള്ളൂ. നമ്മൾ 10 പേരും കൂടി 16 പേര് കൂടി ചെയ്യാൻ വേണമെങ്കിൽ 2 കൊല്ലമായിട്ടുള്ളതല്ല. നമ്മുടെ സീനിയേഴ്സിന് കുറച്ച് പേരില്ല, UK-ലും ഗൾഫിലൊക്കെ. പിന്നെ വേറെ എന്തെങ്കിലും പറയാനുള്ള നാടകത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ കൂടിച്ചേരലിനെ കുറിച്ചോ? ഇതെന്തായാലും ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമല്ലേ. നാടകം മാത്രമല്ല, നമ്മൾ ഇത്രയും അന്ന കാലത്ത് ഒരു 3-4 കൊല്ലം എല്ലാ ചാനലും മനോരമ മുഖ്യധാര മാധ്യമങ്ങളിൽ എല്ലാം അത് വലിയ വാർത്തയായിട്ട് വന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിലുണ്ട്. ഇത് ഞാൻ അങ്ങനെ സ്റ്റാറായിട്ടല്ല, ഇതൊരു പൊളിറ്റിക്കലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നാടകമാണ്. ഒരു 90-ൽ ഉണ്ടായ രാഷ്ട്രീയം അതിപ്പോൾ എങ്ങനെയെന്നുള്ളതിലൊരു നമ്മളൊരു അന്വേഷണം, പ്രസക്തി ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണമാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാം, കാണുന്നവർക്ക് മനസ്സിലാവും. ഒരു വാക്ക് പോലും മാറ്റിയിട്ടില്ല, ഒരു സീൻ പോലും മാറ്റിയിട്ട് അതേ ഡയലോഗ്സ്. ആൾക്കാരിൽ പ്രായം കൂടിയിട്ടുണ്ട്. 35 കൊല്ലമായ ആൾക്കാരാണെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് 19,000 ഇന്ന് 54,000. ആ വ്യത്യാസം പിന്നെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു ഭയങ്കര ചരിത്രപരമായിട്ടുള്ള അവതരണമാണ്. അതിൻ്റെ ഒരു പ്രാധാന്യം എല്ലാ മീഡിയാസും തന്നിട്ടുണ്ട്. ഒരു വലിയ സന്തോഷം. ഇവിടെ അല്ല, 2 സ്ഥലത്തുണ്ട് അവതരണം. ഇത് നമ്മൾ ക്ഷണിക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു അവതരണം. അതിനുശേഷം 6:15 ശരിക്കും. അപ്പോൾ എല്ലാവരും കാണും. ഈ 10 പേരും വിദ്യാർത്ഥികൾ അല്ലാട്ടാ. അതിലത്തെ ഒരാള് അന്നത്തെ സൂപ്രണ്ടായിരുന്നു. ആളിതേ അന്ന് എത്ര വയസ്സായിരുന്നു ആന്റണിയേട്ടന്? ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോ 25 വയസ്സ്. ഇവരുടെ കൂടെ നടക്കുമ്പോ അന്ന് അഭിനയിച്ചിട്ടില്ല. ഞാനിവിടെ ആദ്യം 78 ജാനുവരിയില് CN ജോസിന്റെ ജ്വലനം എന്ന നാടകത്തിൽ അന്ന് ഞങ്ങൾ സ്റ്റാഫ് മാത്രമേ നടത്തിയതാണ്. അതിൽ ഒരു പ്രധാന വശം അന്നുണ്ടായിരുന്നു. പിന്നെ തുടർന്ന് 2-3 കൊല്ലം ഞങ്ങൾ സ്റ്റാഫ് തന്നെ അവിടെ കളിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർ ഞാൻ അന്ന് ഇവരുടെ കൂടെ ടീം മാനേജറായിട്ട് പോയിട്ടുണ്ട് മത്സരങ്ങൾക്ക്. അപ്പോൾ ഇന്നിപ്പോ പക്ഷേ ആന്റണിയേട്ടയിൽ അഭിനയിക്കുന്നുണ്ട്. ഇന്നിപ്പോ അഭിനേതാവായിട്ട്. അന്ന് ഇവരുടെ ടീമിന്റെ കൂടെ നടക്കാറുന്നു, ഇന്നിപ്പോ അഭിനേതാവായിട്ട്. നാടകം കാണാനായിട്ട് പ്രശസ്ത സിനിമാ താരം നന്ദകിഷോർ സാർ ഇവിടെ വന്നിട്ടിരിക്കുന്നുണ്ട്. തിരക്കിലാണോ? കസ്തൂരിമാനിലത്തെ പള്ളിയിലച്ഛൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ പേർക്ക് അറിയാൻ പറ്റും. അയ്യോ, എന്നിട്ടായിരുന്നു ആ പാട്ട്? തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും ശീലയുടെ മനസ്സിനുള്ളിൽ കുടിയിരിക്കും ശ്രീനി. ആളാണ് കേട്ടാ. അപ്പോൾ ഇവിടെയാണോ പഠിച്ചത്? അല്ലല്ല, ഞാനിതിൻ്റെ സംവിധായകൻ, അളിഞ്ഞ വാർത്ത സംവിധായകൻ പോൾസിന് ഞാനായിട്ട് അനവധി കാലത്ത് ബന്ധമുണ്ട്. ഒരു 1985-86. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരുമിച്ച് ജോസ് ചെറമൽ അറിയാമല്ലോ, ജോസേട്ടൻ്റെ റൂട്ടിൽ ഒരുമിച്ചിട്ടാണ് മുദ്രാസ്ഥാനത്തിൽ പോൾസിന് ഞാൻ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പോൾസിനെ വിളിച്ചിട്ട് വന്നതാണ്. ഞാൻ അളിഞ്ഞ വാർത്ത നാടകം സ്റ്റേറ്റ് ന്യൂസ് ബാദൽ സർക്കാരിൻ്റെ ഒരു 3rd തിയേറ്ററിൻ്റെ അന്നത്തെ സ്വാധീനത്തിൽ രൂപപ്പെട്ടൊരു നാടകമാണ്. അത് നാടകം എന്ന സങ്കല്പത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പുതിയ ദിശാബോധവും സൗന്ദര്യബോധമൊക്കെ നാടകത്തിക്ക് പകർന്നു നൽകിയ ബാദൽ സർക്കാരിൻ്റെ ഒരു എന്താ പറയുക, ഒരു സംഭാവനയുടെ നാടകം. അതെ അതെ. ഈ നാടകത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ മാധ്യമങ്ങളിലും ഇങ്ങനെ ഓരോരുത്തരും പറയണ കേട്ട് നമ്മൾ ഭയങ്കര ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ് ഈ നാടകം കാണാൻ വേണ്ടിയിട്ട് കേട്ടാ. അപ്പോൾ അത് 2 മണിക്ക് തുടങ്ങും, കാണാം. ഇവിടെ ഒരാളുണ്ട് കേട്ടാ, പ്രേമേട്ടനില്ലേ പ്രേംകുമാർ ശങ്കരൻ, ആളുടെ ക്ലോസ് ഫ്രണ്ട്സ് ആണ് ഞങ്ങൾ. അങ്ങനെ വന്നതാണ്. പിന്നെ ഒരാളിരിക്കുന്നുണ്ട്, അനിൽ പരക്കാട്.
ആളാണ് മാധവ നാരങ്ങ. ഓ, അനിൽ പരക്കാട് ഞാൻ കേട്ടിട്ടുള്ളൂ കേട്ടാ, എനിക്ക് അറിയണ്ടായിരുന്നില്ല. കൊറേ മിക്കവാറും ഷോർട്ട് ഫിലിംസിനൊക്കെ അവാർഡ് കിട്ടാറുള്ള മാധവ നാരങ്ങക്ക് സംസ്ഥാന അവാർഡ്. അതിന് മാത്രല്ലേ സംസ്ഥാന അവാർഡ്. സാറ് പൂർവ്വ വിദ്യാർത്ഥിയാണോ ഇവിടുത്തെ? അസിസ്റ്റന്റായിട്ടാണ് ഞാൻ നാടകരംഗത്തേക്ക് വരുന്നത്. ഓ, അങ്ങനെ. പിന്നെ പ്രേമൻ നമ്മുടെ അടുത്ത സുഹൃത്താണ്. ഞങ്ങളുടെ ചങ്കാണ്, ഞങ്ങളുടെ ചങ്കാണെന്നാണ്. പേര് ചങ്കിട്ടി. ഇതാണ് നമ്മുടെ നാടകത്തിന്റെ സംവിധായകൻ ഓൾസൺ താനിക്കൽ. ആൾക്ക് 35 വയസ്സ് കൂടി. അല്ല, ഇവിടെയുള്ള എല്ലാവർക്കും കൂടിയില്ലേ? 61 വയസ്സാണ്. എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാണ് ഈ നാടകത്തിന്. 35 കൊല്ലത്തിന് ശേഷം ഈ നാടകത്തിന് വളരെ പ്രസക്തി ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നാടകം കണ്ടില്ല, ഞങ്ങൾ കാണട്ടെ. എന്താണ് പറയാനുള്ളത് നാടകത്തിനെ കുറിച്ച്? ഇത് എന്താ സംഭവിച്ചത്, തേർഡ് തിയേറ്റർ സമ്പ്രദായം ഇന്ത്യയിൽ ബാദൽ സർക്കാരാണ് നിർമ്മിച്ചത്. അപ്പോൾ അദ്ദേഹം ഇത് ഹാരോൾഡ് പിന്നറിൻ്റെയും പിന്നെ ദരിദ്ര നാടകവേദിയുടെയും ബർത്തോൾഡ് ബ്രെക്റ്റിൻ്റെ ഒക്കെ ഒരു കൺസെപ്റ്റാണ് നാടകത്തിൻ്റെ ബാക്കിൽ. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇന്ത്യയിൽ ബാദൽ സർക്കാർ എല്ലാ നാടകത്തിലും എല്ലാ ആടയാഭരണങ്ങളും മാറ്റിക്കൊണ്ട് വേണ്ടാന്ന് വെച്ചുകൊണ്ട്, അപ്പോൾ നാടകത്തെ സഹായിക്കുന്ന വലിയ ഘടകം ലൈറ്റ്, മ്യൂസിക്, മേക്കപ്പ് ഇതൊക്കെയാണ്. പക്ഷേ ബാദൽ സർക്കാർ പറയുന്നത് നമ്മൾ ഏറ്റവും അടിച്ചമർത്തപ്പെട്ടവൻ്റെ കാര്യം പറയുമ്പോൾ എന്തിനാണ് ഇത്ര ആടയാഭരണങ്ങൾ? അതെ. അപ്പോൾ ഏറ്റവും പാവപ്പെട്ടവന് നാടകം കളിക്കാം, പാർക്കിൽ കളിക്കാം, അങ്ങനെ ഒരു നാടകവേദി അദ്ദേഹം വികസിപ്പിച്ച് എടുത്തതാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ സർവ്വസാധാരണമായി ആ രൂപത്തിൽ നടൻ നഗ്നനായി ഇവിടെ വേദിയിൽ വന്ന് അദ്ദേഹം ആക്ട് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ രാജാവിൻ്റെ കോസ്റ്റ്യൂം വേണമെന്നില്ല, അയാൾ അഭിനയിച്ചാൽ പോലെ. പിന്നെ സെറ്റ് എന്ന് പറയുന്നത് നാടകം തുടങ്ങി 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ സെറ്റ് മറക്കും. ഇതൊക്കെ പറയുമ്പോൾ നന്നായി സെറ്റ് വെച്ച് അത് അവരെ ഞാൻ നിഷേധിക്കില്ല. ഇപ്പം കലാലയം നാടക കൃഷ്ണൻ നായർ സാറ് അവരൊക്കെ നൽകിയ സംഭാവനകളെ മറന്നുകൊണ്ടല്ല, മറിച്ച് ഭാരത സർക്കാരിൻ്റെ ഈ ഒരു രീതി ക്യാമ്പസിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു സത്യത്തിൽ ഞാൻ ആലോചിച്ചത്. പിന്നെ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ജോസ് ചെറമേൽ സ്കൂൾ ഓഫ് പഠിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം ആണ് എന്നെയൊക്കെ പഠിപ്പിച്ച് നാടകവേദിയിൽ കൊണ്ടുവന്നു. ഞാൻ സ്കൂൾ ഓഫ് പഠിച്ച ആളല്ല. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും കിട്ടിയ ശിക്ഷണമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്ന നന്ദകിഷോർ മാഷ്, അവരുടെ കൂടെയൊക്കെ ഞാൻ നാടകം അഭിനയിച്ചിട്ടുണ്ട്. മറ്റേ മുദ്രാ രാക്ഷസൻ എന്നുള്ള നാടകം, അത് നാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിൽ അവതരിപ്പിച്ചു. അങ്ങനെയൊക്കെ വന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് ക്യാമ്പസ് തിയേറ്ററിൽ എങ്ങനെ തേർഡ് തിയേറ്റർ പരീക്ഷിക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അങ്ങനെയാണ് സെയിൻറ്റ് അലോഷ്യസ് കോളേജിൽ വന്ന് ഈ കുട്ടികൾക്ക് ആദ്യം ഒരു ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ഇങ്ങനെ ഒരു പ്ലേ ചെയ്യണം. അപ്പോഴാണ് ഭാരത സർക്കാരിൻ്റെ തന്നെ അളിഞ്ഞ വാർത്ത, സ്റ്റൈൽ ന്യൂസ് എന്നുള്ള നാടകം ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഞാൻ ചെയ്തു. പിന്നെ മലയാളത്തിൽ ബാദൽദായുടെ തന്നെ അനന്തം എന്നുള്ള നാടകം, കാരണം ഇന്ത്യൻ യുവത്വത്തിൻ്റെ അവസ്ഥ പറയുന്ന പ്ലേ ആണ്. അപ്പോൾ അതും കൂടി ചേർത്ത് അങ്ങനെ 3 നാടകം അത് കളിച്ചപ്പോഴാണ് 3-ൽ 1-ാം സമ്മാനം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതെ. അന്ന് ഇൻ്റർസോൺ നടന്നത് കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് ടൗൺ ഹാളിൽ നമ്മുടെ അളിഞ്ഞ വാർത്ത, മാനാഞ്ചിറ മൈതാനത്ത് നമ്മുടെ അനന്തം, പിന്നെ വേറൊരു സ്കൂളാണെന്നുണ്ട് അവിടെ നമ്മുടെ മറ്റേ ഹിന്ദി സ്റ്റഡി ഹുയി ബാത്ത്, 3 നാടകം. അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് റിസൾട്ട് പറഞ്ഞിട്ട് ഞാൻ മാനാഞ്ചിറ മൈതാനത്തേക്ക് വരുമ്പോൾ പിള്ളേർ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുക. സാറേ ഇവിടെയും ഫസ്റ്റാ. അതൊക്കെ ഭയങ്കര അങ്ങനെ അതൊക്കെ എന്താ പറയുക, എൻ്റെ കഴിവൊന്നുമല്ല, ഈ കുട്ടികളുടെ കഴിവാണ്. അന്നത്തെ അലോഷ്യസ് മാത്രമല്ല, അന്നത്തെ കൗമാരം യൗവനം എന്നൊക്കെ പറഞ്ഞാൽ തിളയ്ക്കുന്ന ടീമായിരുന്നു. അത് ഗംഭീരല്ലേ. ഇന്നിപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ ഉണ്ടോയെന്നുള്ളത്. അപ്പോൾ ആ രൂപത്തിലുള്ള നല്ല രീതിയിൽ അത് ആ തിയേറ്റർ നമുക്ക് ഓഡിയൻസിലേക്ക്, ജനങ്ങളിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. താങ്ക് യു വെരി മച്ച്. എപ്പോഴും മനസ്സിൽ കരുതുക, നമ്മളാരും പഴയതല്ല, പുതിയത്.
ഏയ്. മനുഷ്യൻ ഭൂമിയിലെ അത്യുന്നതനായ ജീവിയാണ്. ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം, മനുഷ്യന്റെ ചരിത്രം. ഈ ഭൂമി നല്ല ഭൂമി, ഭൂമി ജന്മിത്വം തുലയട്ടെ. ബ്രിട്ടീഷുകാർ ഇന്ന് വിടുക, ബ്രിട്ടീഷുകാർ ഒരു ചെറുപ്പക്കാരന്റെ ജനം, തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ചെറുപ്പക്കാരന്റെ ജനം. ഞാൻ പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. സ്നേഹം, പ്രേമം, പ്രണയം. എന്നോട് മിണ്ടണ്ട. എന്താണ് വൈകിയത്? ബസ് വൈകി. എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലേ ബസ് വൈകിയത്? നോക്ക്, വിടുങ്ങാനുള്ള ഭാവമാണ്. സിനിമയ്ക്കുള്ള 2 ടിക്കറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സിനിമയ്ക്കുള്ള ടിക്കറ്റോ? ഒരു തൊഴിലും കൂലിയുമില്ലാതെ തെണ്ടി നടക്കുന്ന ഫാമിനെ എവിടെയാണ് ടിക്കറ്റ് ഉള്ളതാണോ? ഞാൻ പറയുന്നതാണോ കുറ്റം? ഇത്ര കാലമായിട്ടൊരു ജോലി സമ്പാദിക്കാൻ പ്രേമത്തിന് സാധിച്ചു. ഞാൻ ശ്രമിക്കാതിരിക്കണോ? പിന്നല്ലാതെ നീ ഒരു മൃഗം മാറ്റി മാറ്റരുത്. ഓ, അല്ലെങ്കിൽ എനിക്ക് എതിരെ ഒട്ടും കാര്യമില്ല. പിണങ്ങി പിരിയാനുള്ള ഭാവമാണെന്ന് തോന്നുന്നു. ഒരിക്കലുമില്ല. അവർക്ക് സംസാരിക്കാൻ പരസ്യ ഭാഷകളുണ്ടല്ലോ. ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകയില്ല. മുറിഞ്ഞ ഹൃദയങ്ങളൊഴികെ മറ്റെല്ലാം കൂട്ടി യോജിപ്പിക്കുന്നു. ഫെവിക്കോൾ ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് കൊക്കക്കോള. അയ്യോ, ഇവളുടെ പൂർണ്ണമാവുകയാവുന്നത്. അയാളെങ്ങാനും ഈ രംഗം കണ്ടാൽ ഉപ്പെന്ന് മാത്രം പറയാതെ സ്പ്രിങ്കിൾ എന്ന് കൂടി പറയൂ. ലൈഫ് ബോയ് എവിടെയാണോ അവിടെയാണ്. ലൈഫ് ബോയ് എവിടെയോ അവിടെയാണ് ആരോഗ്യം. നിങ്ങളുടെ എല്ലുകൾക്ക് ബലം പകരാൻ കാൽസ്യം സംഭവം. സമയം കിടക്കാത്ത, വെള്ളം കിടക്കാത്ത, വായു പോലും കിടക്കാത്ത ചായറ്റൻ ബോക്സ് വാച്ചർ. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എന്തുകൊണ്ട് ഈ കഥ തന്നെ വാങ്ങിയത്.
നിങ്ങൾ ഉറക്കെ നിലവിളിക്കാത്തത് മരിച്ച മനുഷ്യൻ നാടകം കഴിഞ്ഞു ഞങ്ങൾ പോവാണ് കേട്ടോ വീട്ടിൽ. അപ്പോൾ സെൻറ്റ് ലൂയിസ് കോളേജിൽ പണ്ട് 1986 ഇവിടേക്ക് അപേക്ഷ ഫോം കൊടുക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ സെൻറ്റ് ലൂയിസ് കോളേജിലേക്ക് ഞാൻ വന്നിട്ടില്ല. ഇപ്പൊ 35 കൊല്ലത്തിന് ശേഷമാണ് ചേട്ടന് ഞാനും ഇങ്ങോട്ട് വരുന്നത് കേട്ടാ. 35 വരില്ലോ. 35 പോരാ. ചേട്ടൻ പ്രീ ഡിഗ്രിക്കല്ലേ അല്ലേ? ഈ കോളേജ് ഡിഗ്രിയാണ്. ഈ കോളേജിൻ്റെ അപ്പുറം ഈ കോൾപ്പാടമാണ് അപ്പുറത്ത് ചുറ്റും. ഒരു തുരുത്തിൻ്റെ പോലെയാണ് ഈ സ്ഥലം കിടക്കുന്നത്. ഇത് ഇവിടുത്തെ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടാണ്. അത് ഫുട്ബോൾ ഗ്രൗണ്ട്. പിന്നെ അപ്പുറത്തൊക്കെ എനിക്കറിയില്ല. ഇതാണ് ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ട്. ഇവിടെയൊക്കെ എന്തോരം കുട്ടികൾ ഇങ്ങനെ കളിച്ച് പോയിട്ടുണ്ടാവില്ലേ ആലോചിക്കുമ്പോൾ. ചരിത്രം, എന്തെല്ലാം ചരിത്രം. ഇവിടെയൊക്കെ എന്തോരം പ്രണയ ജോഡികൾ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവാം ഈ ഇതിലൊക്കെ അല്ലേ. ആലോചിക്കുമ്പോൾ രസം തോന്നുന്നില്ല. അങ്ങനെ എന്തെല്ലാം കഥകൾ ഒരു കോളേജിൽ പറയാനുണ്ടാവില്ല. എല്ലാവർക്കും ഉണ്ടാവും, എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല അങ്ങനത്തെ കോളേജുകൾ. അതുപോലത്തെ ഒരു കോളേജാണ്. അല്ല മറ്റേ ഇനി വൈകുന്നേരം 6:00 നാടകം ഉണ്ട് കേട്ടോ. ഇതേ നാടകം 6:15 പക്ഷെ ഈ വീഡിയോ ഇടുമ്പോ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പോവാം. നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു കോളേജ് നാടകം ഒരു 10-20 മിനിറ്റ് 25 മിനിറ്റ് മാത്രമുള്ള ഒരു ചെറിയൊരു നാടകം. ഈ പറഞ്ഞ പോലെ പോൾസം മാഷ് പറഞ്ഞ പോലെ ലൈറ്റ്, മ്യൂസിക്, പ്രോപ്പർട്ടീസ്, സ്റ്റേജ്, മറ്റേ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു നാടകം എങ്ങനെ ചെയ്യാം. പക്ഷെ നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഒരു ഉദ്ദേശിക്കുന്നത് എന്താന്ന് അല്ലേ. ഇതൊന്നും ഇല്ലെങ്കിലും നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ. 16 മിനിറ്റ് 17 മിനിറ്റുള്ളൂ. 16 മിനിറ്റുള്ളൂ. അതെ കൂടുതലുണ്ട്. ഇല്ലടി ഇല്ലടാ. ആള് പ്രസംഗിച്ചപ്പോൾ എത്ര മണിയായിരുന്നു? നീ വേണമെങ്കിൽ നോക്കിക്കോ. അല്ല തുടക്കം നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പം ശരി, ഞങ്ങൾ ഇവിടുന്ന് പോവാണ്.